നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ അത് റാഫിഞ്ഞയായിരിക്കും ഏറ്റവും വൈറ്റൽ എന്ന് പറയുന്നു റിവാൾഡോയും നെയ്മറും തമ്മിൽ ഉണ്ടായിട്ടുള്ള വിവാദം നമുക്കറിയാമല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പക്ഷേ മുൻ ബാഴ്സലോണ താരം കൂടിയായിട്ടുള്ള റിവാൾഡോ പറയുന്നു റാഫിഞ്ഞയുടെ നിലവിലെ ഫോം വളരെ മികച്ചതാണ്, അത് അദ്ദേഹം തുടരണം. അത് 2026 വേൾഡ് കപ്പിൽ ബ്രസീലിന് വളരെയധികം ഉപകാരപ്രദമാകും. ഓൾറെഡി അദ്ദേഹം ബാഴ്സലോണയിൽ നായകസ്ഥാനത്ത് കളിച്ചിട്ടുള്ളയാളാണ്. ബ്രസീലിനൊരു ലീഡറായിട്ട് റാഫിഞ്ഞ വേണം അടുത്ത വേൾഡ് കപ്പിൽ എന്നാണ് റിവാൾഡോയുടെ വാക്കുകൾ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു റാഫിഞ്ഞ ബ്രസീലിൽ ഒരു ലീഡർ ഫോർ ബ്രസീൽ എന്ന രൂപത്തിലേക്ക് ഇമേജ് ഉണ്ടാക്കി വരികയാണ്. ഓൾറെഡി അദ്ദേഹം ബാഴ്സലോണയെ നയിച്ചിട്ടുള്ളയാളാണല്ലോ, ഒരു ക്രൂഷ്യൽ പ്ലെയറാണ് വിത്ത് ഗ്രേറ്റ് പെർഫോമൻസ്. സോ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ബ്രസീലിന് വളരെ വൈറ്റലായിരിക്കും. ബ്രസീലിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വൈറ്റലായിരിക്കും, എസ്പെഷ്യലി ഇൻ ദി 2026 വേൾഡ് കപ്പ് എന്നാണിപ്പോൾ കൃത്യമായി റാഫിഞ്ഞയെക്കുറിച്ച് റിവാൾഡോ പറയുന്നത്. ഏതായാലും റിവാൾഡോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി കഴിഞ്ഞു ബാഴ്സലോണ. ഇനി ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ലാലീഗക്കാണ്. ലാലീഗയിൽ 7 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഇപ്പോൾ ഒന്നാം സ്ഥാനക്കാരായ റയലുമായിട്ടുണ്ട്. അത് കുറച്ചു വരാനാണ് ഇനി ശ്രമിക്കേണ്ടത് എന്ന് റിവാൾഡോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.